ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് ജെയ്മി മോസൻ എന്നൊരു തട്ടിപ്പുകാരൻ ഏലിയൻസിന്റെ മമ്മിഫൈഡ് ശരീരം കണ്ടെത്തിയെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. അന്ന് ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇതെന്തോ വലിയ സംഭവമാണെന്ന രീതിയിലാണ് വാർത്ത നൽകിയത്. ശാസ്ത്രം പ്രചരിപ്പിക്കാൻ പ്രതിബദ്ധത ഉള്ളവർ പോലും ഇതൊരുപക്ഷെ സത്യമായിരിക്കാം എന്ന സംശയത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ടാണ് അന്ന് ഈ വിഷയത്തെ അവതരിപ്പിച്ചത്. കാരണം അങ്ങനെ ചെയ്താലേ വ്യൂസും റീച്ചും ഒക്കെ കിട്ടൂ. പക്ഷെ അന്ന് ആദ്യമായിട്ട് ഒരേ ഒരു ചാനൽ മാത്രം ഇത് പൂർണ്ണമായും ഫേക്ക് ആണെന്നും ഇത് ജെയ്മി എന്ന പക്ക ഫ്രോഡിന്റെ ഉടായ്പ മാത്രമാണെന്നും പറഞ്ഞിരുന്നു. അത് 47 അറീനയാണ്. ആ വീഡിയോയുടെ കമന്റ്സിൽ കുറച്ച് പേര് എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏലിയൻസ് തന്നെയാണ്, ഇതിന്റെ DNA ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ DNA മനുഷ്യരുമായിട്ട് മാച്ച് ആകുന്നില്ല, ഇത് ഏലിയൻസ് ആണെന്ന് വെറുതെ ഒരു ഗവൺമെന്റ് തട്ടിവിടുമോ, ഇത് താൻ വെറുതെ മുൻവിധിയോടെ പറയുന്നതാണ്. അങ്ങനെ പല കമന്റ്സും അന്ന് കിട്ടിയിരുന്നു. പക്ഷെ ആ സംഭവം വെറും ഉടായിപ്പായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. കാരണം അന്ന് ജെയ്മി എന്ന ഫ്രോഡ് പ്രദർശിപ്പിച്ചത് മൃഗങ്ങളുടെ എല്ലുകൾ കൊണ്ടും പിന്നെ പേപ്പറും പശയും പോലെയുള്ള വസ്തുക്കൾ കൊണ്ടും നിർമ്മിച്ച വെറും പാവകളാണെന്ന് പിന്നീടുള്ള പഠനങ്ങളിൽ തെളിഞ്ഞു. ഇത് തന്നെയാണ് ഒട്ടുമിക്ക ഏലിയൻ അവകാശവാദങ്ങളിലും നടക്കുന്നത്. ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നിഗൂഢമായ ഏലിയൻ സ്പേസ്ഷിപ്പുകൾ, ആരും കാണാതെ വന്ന് പാടങ്ങളിൽ ചിത്രം വരച്ചിട്ട് പോകുന്ന ഏലിയൻസ്, നിഗൂഢമായ UFOകൾ, ഏലിയൻസ് തട്ടിക്കൊണ്ടുപോകുന്ന മനുഷ്യർ, ഏരിയ 51-ൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഏലിയൻസ്, ഇങ്ങനെ ഏലിയൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് കെട്ടുകഥകൾ വാസ്തവമാണെന്ന രീതിയിൽ ഇന്നും നിരന്തരമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. നിർഭാഗ്യവശാൽ നല്ലൊരു ശതമാനം പേരും അതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ് പതിവ്. പക്ഷേ യുക്തിപരമായി ചിന്തിക്കാനും ശാസ്ത്രീയമായി വീക്ഷിക്കാനും കഴിവുള്ള ഒരാൾക്ക് ഇത്തരം അവകാശവാദങ്ങൾ പലപ്പോഴും പൂർണ്ണമായും അസംബന്ധങ്ങളാണെന്നും വെറും വിഡ്ഢിത്തങ്ങളാണെന്നും തിരിച്ചറിയാൻ കഴിയും. അതെന്തുകൊണ്ടാണെന്നും അതെങ്ങനെ നിങ്ങൾക്കും തിരിച്ചറിയാൻ സാധിക്കുമെന്നും എങ്ങനെയാണ് ഇത്തരം കെട്ടുകഥകളിൽ വീഴാതിരിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തെളിവുകൾ. ഏതൊരു അവകാശവാദത്തിനും ഏറ്റവും പ്രധാനമായി വേണ്ടതും തെളിവ് തന്നെയാണ്. തെളിവെന്ന് വെച്ചാൽ അനുഭവ കഥകളും വ്യക്തതയില്ലാത്ത ചിത്രങ്ങളും അടിസ്ഥാനമില്ലാത്ത ഊഹങ്ങളും ഒന്നുമല്ല, മറിച്ച് ശരിയാണോ എന്ന് പരിശോധിക്കാൻ കഴിയുന്ന തെളിവുകളായിരിക്കണം. അത് ചിലപ്പോൾ ഫിസിക്കൽ സാമ്പിൾസ് ആയിരിക്കാം, എന്തെങ്കിലും വ്യക്തമായ ഡാറ്റ ആയിരിക്കാം, നിരീക്ഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും പ്രതിഭാസമായിരിക്കാം. അങ്ങനെ പല വിധത്തിലും തെളിവുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഭൂമി സന്ദർശിക്കാൻ വരുന്ന ഏലിയൻസിന്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലുമുള്ള തെളിവുകളും ഇല്ല. ആകെയുള്ള തെളിവുകൾ എന്നത് അനുഭവ കഥകളും പിന്നെ കുറെ UFOകളുമാണ്. അനുഭവ കഥകൾ എന്തായാലും തെളിവുകളായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. കോടതിയിൽ ആ തെളിവ് മതിയായിരിക്കും. പക്ഷേ ശാസ്ത്രത്തിന് അത് പറ്റില്ല. കാരണം അത് ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ UFOകൾ എന്നത് അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് ആണ്. എന്ന് വെച്ചാൽ തിരിച്ചറിയാൻ പറ്റാത്ത പറക്കുന്ന വസ്തുക്കൾ എന്നാണ് അർത്ഥം. അല്ലാതെ അത് ഏലിയൻസിന്റെ സ്പേസ്ഷിപ്പ് ആണെന്നല്ല. ശരിക്കും ഇപ്പോൾ ഇതിനെ അൺഐഡന്റിഫൈഡ് അനോമലസ് ഫിനോമിന എന്നാണ് പറയുന്നത്. കാരണം ഇവ പറക്കുന്ന വസ്തുക്കൾ തന്നെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ മറ്റെന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ അന്തരീക്ഷ പ്രതിഭാസങ്ങളോ ആയിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. യഥാർത്ഥത്തിൽ ഒട്ടുമിക്ക UAPകളുടെയും പിന്നിലുള്ള രഹസ്യങ്ങൾ പിൽക്കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കി എല്ലാം തന്നെ വെറും നിസ്സാരമായ പ്രതിഭാസങ്ങളായിരുന്നു. അതിനൊരുത്തമ ഉദാഹരണമാണ് U2 സ്പൈ പ്ലെയിൻ. ഇതിനെ ആദ്യകാലങ്ങളിൽ ഏലിയൻസിന്റെ സ്പേസ്ഷിപ്പ് ആയിട്ടാണ് പലരും പരിഗണിച്ചിരുന്നത്. കാരണം മറ്റ് വിമാനങ്ങളിൽ നിന്നും ഇത് വളരെ വ്യത്യസ്തമായിരുന്നു. അത് മാത്രമല്ല ഇത് വളരെ സീക്രട്ട് ആയിട്ടാണ് നിർമ്മിച്ചത്. അതുകൊണ്ട് ഇങ്ങനൊരു പ്ലെയിൻ ഉണ്ടെന്ന് അന്ന് പുറം ലോകത്തിന് അറിയില്ലായിരുന്നു. ഇതുപോലെ തിരിച്ചറിഞ്ഞിട്ടുള്ള എല്ലാ UAPകളും വെതർ ബലൂൺസ്, ഡ്രോൺസ്, മിലിറ്ററി വിമാനങ്ങൾ, സാറ്റലൈറ്റ്സ്, സ്പേസ് വേസ്റ്റുകൾ, കൊമേഴ്സ്യൽ വിമാനങ്ങൾ, വിചിത്രമായ ഇടിമിന്നലുകൾ, അങ്ങനെ വളരെ ലളിതവും സാധാരണവുമായ സംഭവങ്ങളായിരുന്നു. അല്ലാതെ ഒന്നും തന്നെ ഏലിയൻസിന്റെ സ്പേസ്ഷിപ്പ് ആയിരുന്നില്ല. അതിനു പുറമെ പ്രചരിപ്പിക്കപ്പെട്ട ചില UAPകളുടെ ദൃശ്യങ്ങൾ വെറും VFXകൾ മാത്രമായിരുന്നു. ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലാത്ത ഒരുപാട് UAPകളുണ്ട്. പക്ഷേ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്ന് കരുതി അത് ഏലിയൻസ് ആണെന്ന് കരുതുന്നത് പൂർണ്ണമായും വിഡ്ഢിത്തമാണ്. പണ്ട് കാലങ്ങളിൽ തിരിച്ചറിയാൻ പറ്റാത്ത പ്രതിഭാസങ്ങൾ കാണുമ്പോൾ അതിന് പിന്നിൽ പിശാച്, ദൈവം, രാക്ഷസ ജീവി, മന്ത്രം, പ്രേതം, മാടൻ, മറുത അങ്ങനെയുള്ള കുറെ പൊട്ടത്തരങ്ങളായിരിക്കുമെന്നാണ് പലരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് അതെല്ലാം മാറി ഏലിയൻസ് ആയിട്ടുണ്ട്. മനസ്സിലാക്കാൻ പറ്റാത്ത എന്ത് കണ്ടാലും ഉടനെ അവിടെ ഏലിയൻസിനെ തിരികെ കയറ്റുന്നതാണ് ഇന്നത്തെ ഒരു പ്രതീതി. പക്ഷെ ഇവിടെ നിങ്ങൾ വളരെ ബോധപൂർവം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രതിഭാസമുണ്ടെങ്കിൽ ആദ്യം അതിന് പിന്നിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും സർവ്വസാധാരണവും ലളിതവുമായ എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് ഉണ്ടോ എന്ന് ചിന്തിക്കണം. അങ്ങനെ ഒന്നും തന്നെ ഇല്ലെങ്കിൽ മാത്രമേ അസാധാരണവും സങ്കീർണവുമായ സാധ്യതകളിലേക്ക് പോകാൻ പാടുള്ളൂ.
ഇവിടെ UAPകളുടെ കാര്യത്തിൽ അവയ്ക്ക് പിന്നിൽ നമുക്ക് ചിന്തിക്കാൻ നിസ്സാരവും പ്രായോഗികവും സർവ്വസാധാരണവുമായ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ പിന്നെ അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഏലിയൻസിനെ തന്നെ അവയ്ക്ക് പിന്നിൽ തിരികെ കയറ്റേണ്ട ഒരു കാര്യവുമില്ല. UAPകളുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഏരിയ 51. അവിടെ ഏലിയൻസ് ഉണ്ടെന്നും ഗവൺമെന്റ് ഏലിയൻസുമായിട്ട് ചേർന്ന് അവിടെ എന്തോ എക്സ്പെരിമെന്റ്സ് നടത്തുന്നുണ്ടെന്നുമൊക്കെയാണ് ഏരിയ 51മായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കഥകൾ. പക്ഷേ ഏരിയ 51ന്റെ ഏലിയൻ കഥകൾ അങ്ങേയറ്റം വിഡ്ഢിത്തം നിറഞ്ഞതാണ്. കാരണം ഏരിയ 51 എന്നത് യഥാർത്ഥത്തിൽ US വ്യോമസേനയുടെ ഒരു ടെസ്റ്റിംഗ് ഫെസിലിറ്റിയാണ്. നേരത്തെ പറഞ്ഞ U2 പൈപ്പ്ലൈൻ ഉൾപ്പെടെയുള്ള അത്യാധുനികമായ നിരവധി വിമാനങ്ങൾ യഥാർത്ഥത്തിൽ ഏരിയ 51ൽ വെച്ചാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന വിമാനങ്ങൾ കണ്ടിട്ടാണ് അതൊക്കെ ഏലിയൻസിന്റെ സ്പേസ്ഷിപ്പുകളാണെന്ന പേരിൽ കെട്ടുകഥകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. അതുമാത്രമല്ല, ഏരിയ 51ൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. അവിടെ ഏലിയൻസ് ഉള്ളതുകൊണ്ടാണ് അവരിങ്ങനെ രഹസ്യമായി പ്രവർത്തിക്കുന്നതെന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും ഇതുപോലെയുള്ള സീക്രട്ട് മിലിറ്ററി ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ നടക്കുന്ന എല്ലാ വിവരങ്ങളും ഒരിക്കലും പുറത്തു പറയാറില്ല. അങ്ങനെ ചെയ്താൽ അതൊരു രാജ്യത്തിന്റെ സേഫ്റ്റിയെ തന്നെ ബാധിക്കും. നമ്മുടെ ഇന്ത്യക്കും ഇതുപോലെയുള്ള മിലിറ്ററി ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് കരുതി അവിടെയൊക്കെ ഏലിയൻസ് ഉണ്ടെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഏരിയ 51. ഇതുപോലെ പറയേണ്ട മറ്റൊരു കാര്യമാണ് ബെർമുഡ ട്രയാങ്കിൾ. അവിടെ ഭൂതമുണ്ട്, രാക്ഷസ ജീവികളുണ്ട്, ഏലിയൻസ് ഉണ്ട്, ഒലക്കയുടെ മൂടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് കെട്ടുകഥകളുണ്ട്. പിന്നെ അവിടെ പോയിട്ടുള്ളവരുടെ അനുഭവ കഥകളും ഒരുപാടുണ്ട്. ടൈം ട്രാവലിംഗും ടെലിപോർട്ടേഷനും പാരലൽ യൂണിവേഴ്സും വരെ അത്തരം കഥകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഒരു മിസ്റ്ററിയും ഇല്ല എന്നത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്ന ഒരുപാട് മൗണ്ടെയിൻ റോക്കറ്റ്സ് ഉണ്ട്. ഇതിൽ കോമഡി എന്താണെന്നാൽ ഈ ബെർമുഡ ട്രയാങ്കിൾ എന്നത് യഥാർത്ഥത്തിൽ വിമാനങ്ങൾക്കും കപ്പലുകൾക്കും അത്യധികം തിരക്ക് കൂടിയ ഒരു മേഖലയാണ്. അവിടെ കെട്ടുകഥകളിൽ പറയുന്നത് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആരും തന്നെ അതുവഴി പോകില്ലായിരുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്നത് അവകാശവാദങ്ങളിൽ പറയപ്പെടുന്ന ഏലിയൻസിനെല്ലാം മനുഷ്യരൂപവുമായിട്ട് സാമ്യതയുള്ളവരാണ്. അപ്പോൾ അത് മനുഷ്യന്റെ വെറും സങ്കല്പം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ അത് തന്നെ ധാരാളമാണ്. കാരണം മനുഷ്യരും വാഴപ്പഴവും തമ്മിൽ DNA ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് വാഴപ്പഴത്തിലുള്ള DNA മനുഷ്യരിലുമുണ്ട്. പക്ഷേ പഴവും മനുഷ്യനും തമ്മിൽ ഒരു രൂപസാദൃശ്യവുമില്ല. അപ്പോൾ മറ്റൊരു ഗ്രഹത്തിലെ വ്യത്യസ്തമായ അവസ്ഥകളിൽ രൂപം കൊള്ളുകയും അവിടുത്തെ വ്യത്യസ്തമായ രീതികൾക്കനുസരിച്ച് പരിണമിക്കുകയും ചെയ്ത ഏലിയൻസിന് എങ്ങനെയാണ് മനുഷ്യരൂപവുമായിട്ട് സാദൃശ്യമുണ്ടായിരിക്കുക? ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഫ്രോഡ് ജെയ്മിയുടെ സംഭവം. അയാള് ഏലിയൻസിന്റേതാണെന്ന് പറഞ്ഞ് പ്രദർശിപ്പിച്ച ബൊമ്മകൾക്ക് കൃത്യമായും മനുഷ്യരൂപമാണ്. അപ്പോൾ തന്നെ അത് വെറും ഉഡായിപ്പാണെന്ന് നമുക്ക് ഊഹിക്കാം. ഭൂമി സന്ദർശിക്കാൻ വരുന്ന ഏലിയൻസിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്താണെന്നാൽ നമ്മുടെ സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം പോലും, അതായത് പ്രോക്സിമ സെന്റൗറി, സൂര്യനിൽ നിന്നും ഏതാണ്ട് 4 പ്രകാശ വർഷങ്ങൾക്ക് അകലെയാണ്. എന്നുവെച്ചാൽ പ്രകാശത്തിന്റെ വേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും ഇവിടുന്ന് പ്രോക്സിമ സെന്റൗറിയിലെത്താൻ 4 വർഷങ്ങളെടുക്കും. മനുഷ്യരാശിയുടെ നിലവിലത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഒരു മനുഷ്യായുസ് കൊണ്ട് എന്തായാലും പ്രോക്സിമ സെന്റൗറിയിലെത്താൻ സാധിക്കില്ല. വേണമെങ്കിൽ നമുക്ക് പ്രോക്സിമ സെന്റൗറിയിലേക്ക് പേടകങ്ങളെ അയക്കാം. പക്ഷെ അതവിടെ എത്താൻ 10,000 കണക്കിന് വർഷങ്ങളെടുക്കും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സൈദ്ധാന്തികമായിട്ടല്ലാതെ പ്രോക്സിമ സെന്റൗറിയിൽ പോകുന്നതിനെ കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുക പോലുമില്ല. ഇനി അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഇന്നത്തേതിനേക്കാൾ ഒരുപാട് പുരോഗമിക്കണം. കുറഞ്ഞത് ടൈപ്പ് 2 സിവിലൈസേഷൻ എങ്കിലും ആകാതെ മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഭൂമി സന്ദർശിക്കാൻ വരുന്ന ഏലിയൻസും തീർച്ചയായും കുറഞ്ഞത് ടൈപ്പ് 2 തലത്തിലെങ്കിലും എത്തിയവരായിരിക്കും. ഒരു ടൈപ്പ് 2 സിവിലൈസേഷൻ എന്നത് വേണമെങ്കിൽ സ്വന്തം നക്ഷത്രത്തിന്റെ ഊർജത്തിനെ പോലും ശേഖരിക്കാൻ കഴിയുന്നവരാണ്. അങ്ങനെയുള്ള ഏലിയൻസ് മനുഷ്യരെ കാണുന്നത് നമ്മൾ ഗുഹാ മനുഷ്യരെ കാണുന്നതിനേക്കാൾ നിസ്സാരമായിട്ടായിരിക്കും. അവരുടെ ടെക്നോളജികളൊക്കെ നമുക്ക് മാന്ത്രിക ശക്തികൾ പോലെ ആയിരിക്കും തോന്നുന്നത്. അങ്ങനെയുള്ളവർക്ക് മനുഷ്യരറിയാതെ ഭൂമി സന്ദർശിക്കുക എന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമേ ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ അവര് ഭൂമിയിൽ വന്നാൽ അവരെ നമുക്ക് ഒരു രീതിയിലും ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല. മനുഷ്യരെ പോലും മറ്റുള്ളവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഏലിയൻസിന് നമ്മളിൽ നിന്നും മറഞ്ഞിരിക്കാൻ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അങ്ങനെയെങ്കിൽ ഏലിയൻസ് ആണെന്ന് കരുതപ്പെടുന്ന UAPകൾ ഒന്നും തീർച്ചയായും ഏലിയൻസ് അല്ല എന്ന് നമുക്ക് ചിന്തിക്കാം. ഇനി അങ്ങനെ ഏലിയൻസ് ഭൂമിയിൽ വരുന്നുണ്ടെങ്കിൽ ശരിക്കും അവർ എന്തിനായിരിക്കും വരുന്നതെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം. മനുഷ്യരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒളിച്ചും പാത്തും വരേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അവര് പബ്ലിക് ആയിട്ട് വരേണ്ടതാണ്.
പിന്നെ അവർ നമ്മെ കീഴടക്കാൻ വരുന്നതായിരിക്കുമെന്ന് ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. കാരണം തോന്നുന്ന ഏത് ഗ്രഹത്തിനെ വേണമെങ്കിലും അവർക്ക് അവരുടേതായ രീതിയിൽ ടെറാഫോം ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ഭൂമിയെ കീഴടക്കുന്നത് വെറും വിഡ്ഢിത്തമാണ്. ഒരു ടൈപ്പ് 2 സിവിലൈസേഷൻ എന്തായാലും അത്രയും വലിയ വിഡ്ഢികളായിരിക്കില്ല. ആയിരുന്നെങ്കിൽ അവര് ടൈപ്പ് 2 തലത്തിൽ വരെ എത്തില്ലായിരുന്നു. ഇനി അവർ നമ്മളെ പഠിക്കാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ അറിയാതെ തന്നെ അത് ചെയ്യുന്നതാണ് നല്ലത്. ഒരുപക്ഷെ അങ്ങനെ നമ്മളെ അവരിപ്പോൾ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ യാതൊരു മാർഗവും ഉണ്ടായിരിക്കില്ല. കാരണം നമ്മുടെ കണ്ണുകളിലും ടെക്നോളജികളിലും ഒന്നും പെടാതെ പൂർണ്ണമായും മറഞ്ഞിരിക്കാനുള്ള ടെക്നോളജികൾ തീർച്ചയായും അവര് വികസിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോഴും UAPകൾ അല്ലെങ്കിൽ UFOകൾ ഏലിയൻസ് അല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഏലിയൻസിന്റെ തകർന്നു വീണ സ്പേസ്ഷിപ്പുകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്രയും അഡ്വാൻസ്ഡ് ആയ ഏലിയൻസിന്റെ സ്പേസ്ഷിപ്പ് ഭൂമിയിൽ തകർന്നു വീണു എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. അത് മാത്രമല്ല, തകർന്നു വീണിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിന്റെ തെളിവുകളൊന്നും ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. തെളിവാണെന്നും പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം മനുഷ്യരുടെ തന്നെ വിമാനങ്ങളുടെയോ സാറ്റലൈറ്റ്സിന്റെയോ വെതർ ബലൂൺസിന്റെയോ ഒക്കെ ഭാഗങ്ങളായിരുന്നു. ഈ ഇടയ്ക്കും കൊളംബിയയിൽ ഇതിന് സമാനമായ ഒരു സംഭവമുണ്ടായി. തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഗോളം അവിടെ വന്ന് വീണു. ബൂഗാസ്ഫിയർ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. നിലവിൽ ഇതെന്താണെന്ന് ശാസ്ത്രജ്ഞർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിന് പിന്നിലും ഏലിയൻസിന്റെ കഥകൾ മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ. പക്ഷെ തീർച്ചയായും ഇതിന്റെ പിന്നിലും എന്തെങ്കിലും നിസ്സാരമായ കാര്യമായിരിക്കും. കാരണം അത് തന്നെയാണ് ഇതുവരേക്കും സംഭവിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എളുപ്പ വഴിയിലൂടെയാണെങ്കിലും പെട്ടെന്ന് കണ്ടെത്തുക എന്നതാണ് മനുഷ്യരുടെ രീതി. അത് പണ്ട് ഗുഹാമനുഷ്യരായിരുന്നപ്പോൾ മുതൽ നമുക്ക് കിട്ടിയതാണ്. ഈ രീതി അതിജീവനത്തിന് വളരെ ഉപയോഗപ്രദമാണെങ്കിലും അജ്ഞാതമായ പ്രതിഭാസങ്ങളെ നേരിടുമ്പോൾ അത് നമ്മെ വഴിതെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് പലപ്പോഴും ഏലിയൻസിന്റെ നിഗമനത്തിലെത്താനുള്ള ഒരു പ്രധാന കാരണവും. അതിനു പുറമെ പാറ്റേൺ ഇല്ലാത്ത എന്തിലും പാറ്റേൺ കണ്ടെത്താൻ എപ്പോഴും നമ്മുടെ മനസ്സ് ശ്രമിക്കാറുണ്ട്. പാരിഡോളിയ എന്നാണ് അതിനെ പറയുന്നത്. ഇത് കാരണമാണ് ഏലിയൻസിന്റേതാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ മാർസിൽ നമ്മൾ വിചിത്രമായ പല സംഭവങ്ങളും കണ്ടിട്ടുള്ളത്. പക്ഷെ അതെല്ലാം വെറും പാറകളും നിഴലുകളും മാത്രമായിരുന്നുവെന്ന് പിന്നീടുള്ള നിരീക്ഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് നമ്മൾ ഓൾറെഡി വിശ്വസിക്കുന്ന കാര്യങ്ങളെ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ തേടാനും തെളിവുകളെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനുമാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതുമെല്ലാം ശരിയാണെന്ന് വരുത്താനുള്ള നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള സ്വഭാവമാണത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. നമ്മൾ എന്ത് തന്നെ വിശ്വസിച്ചാലും തെളിവിനെ അതിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം തെളിവ് നയിക്കുന്നിടത്തേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യേണ്ടത്. അതാണ് ശാസ്ത്രത്തിന്റെ രീതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വ്യക്തിപരമായ അനുഭവ കഥകൾ ഒരിക്കലും തെളിവായിട്ട് പരിഗണിക്കരുത്. ഞാൻ ഏലിയൻസിനെ കണ്ടു എന്ന് പറയുന്നത് ഒരിക്കലും തെളിവല്ല. മറ്റുള്ളവർക്ക് ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കാൻ പറ്റാത്ത ഒന്നിനെയും ഒരിക്കലും നമുക്ക് തെളിവായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിന് പിന്നിൽ എളുപ്പ വഴിയായിട്ട് നമ്മൾ എന്തെങ്കിലും ഊഹിക്കും. നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് അത്തരം പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ പലരും ദൈവമെന്ന സങ്കല്പത്തെ വച്ചിരുന്നു. എന്നാൽ അതിന് പകരം ഇന്ന് ഏലിയൻസിനെയാണ് പലരും പരിഗണിക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തതിന് പിന്നിൽ ഏലിയൻസ് ആണെന്ന് ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർക്കറിയാത്ത ഒരു സീക്രട്ട് നമുക്കറിയാമെന്നും നമ്മൾ ഏലിയൻസിന്റെ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമാണെന്നുമൊക്കെയുള്ള തോന്നലുണ്ടാകും. അത് തന്നെയാണ് പലരും ഇത്തരം ഏലിയൻ കെട്ടുകഥകളിൽ വിശ്വസിക്കാനുള്ള കാരണവും. ഏലിയൻ കെട്ടുകഥകളിൽ മുങ്ങിപ്പോവുക എന്നത് എളുപ്പമാണ്. പ്രത്യേകിച്ച് VFX ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി ഈ കാലഘട്ടത്തിൽ കാണുന്ന ദൃശ്യങ്ങളൊക്കെ സത്യമാണോ അല്ലയോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എന്നാൽ ഇത്തരം ഏലിയൻ കഥകളെ വിമർശനാത്മകമായി വിലയിരുത്താനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ പലപ്പോഴും ഏലിയൻസിന്റെ അവകാശവാദങ്ങളൊക്കെ വെറും മണ്ടത്തരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് നിങ്ങൾ സയന്റിസ്റ്റുകളൊന്നും ആകേണ്ട കാര്യമില്ല. പ്രധാനമായും ചില കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. ഒന്നാമതായിട്ട്, കേൾക്കുന്ന ഏലിയൻ കഥയിൽ മറ്റുള്ളവർക്ക് പരിശോധിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചിന്തിക്കുക. രണ്ടാമതായി, കേൾക്കുന്ന ഏലിയൻ കഥയ്ക്ക് പിന്നിൽ ഏലിയന് പകരം മറ്റെന്തെങ്കിലും നിസ്സാരവും സാധാരണവുമായ എക്സ്പ്ലനേഷൻ വയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അങ്ങനെ പറ്റുമെങ്കിൽ മിക്കവാറും അത് തന്നെ ആയിരിക്കും അതിന് പിന്നിലുള്ള യഥാർത്ഥ എക്സ്പ്ലനേഷൻ. അവസാനമായി, ഇത്തരം ഏലിയൻ കഥകളിലും അവകാശവാദങ്ങളിലും വിശ്വസിക്കാനുള്ള നമ്മുടെ മനസ്സിന്റെ പക്ഷപാതത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്താൽ ഏലിയൻ കെട്ടുകഥകളിൽ വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഇതിനേക്കാളുമൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, എപ്പോഴും യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ തീർച്ചയായും നമുക്ക് കെട്ടുകഥകളിൽ വീഴാതിരിക്കാൻ പറ്റും. അത് ഏലിയൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്.
ഇതൊക്കെ പറയുമ്പോൾ ഏലിയൻസ് ഇല്ല എന്നാണ് ഞാൻ പറയുന്നതെന്ന് ഒരുപക്ഷെ പലർക്കും തോന്നിയേക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. ഏലിയൻസ് ഉണ്ടെന്ന് കരുതാനുള്ള ഏറ്റവും പ്രധാന കാരണം നമ്മുടെ ഭൂമി തന്നെയാണ്. അതായത് ഈ മഹാപ്രപഞ്ചത്തിൽ കോടാനുകോടി ഗ്രഹങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് നമ്മുടെ ഭൂമി. മറ്റ് ഗ്രഹങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഭൂമിയിൽ ജീവനുണ്ട് എന്നതൊഴിച്ച് ഭൂമിക്ക് യാതൊരു പ്രത്യേകതയുമില്ല. അങ്ങനെയുള്ള ഈ ലോകത്തിൽ ജീവനുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ മറ്റ് ഗ്രഹങ്ങളിലും ജീവനുണ്ടായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഏലിയൻസ് ഉണ്ടെന്ന് കരുതുന്നതും ഏലിയൻസ് ഭൂമിയിൽ വരുന്നുണ്ടെന്ന് കരുതുന്നതും തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഏലിയൻസ് ഉണ്ടെന്ന് കരുതുന്നത് ബഹിരാകാശപരമായ തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ശാസ്ത്രീയ സാധ്യത കാരണമാണ്. ഏലിയൻസ് ഭൂമിയിൽ വരുന്നു എന്ന് പറയുന്നതാണെങ്കിൽ അടിസ്ഥാനരഹിതമായ കഥകളുടെയും തെളിയിക്കപ്പെട്ട തട്ടിപ്പുകളുടെയും ഒരു ശേഖരമാണ്. അല്ലാതെ അതിൽ യാതൊരു ശാസ്ത്രീയ സാധ്യതയോ തെളിവുകളോ ഇല്ല. ഏലിയൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് കരുതി ഉടനെ കണ്ണിൽ കാണുന്ന എല്ലാത്തിനും പിന്നിൽ ഏലിയൻസിനെ വെക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, അന്യഗ്രഹ ജീവികളെ തിരയേണ്ടത് അന്യഗ്രഹങ്ങളിലാണ്, അല്ലാതെ ഭൂമിയിലല്ല. ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് വർഷങ്ങളോളം സമയമെടുത്ത് ബഹിരാകാശത്തിനെ നിരീക്ഷിക്കുന്നതിലൂടെയും അന്യഗ്രഹങ്ങളിൽ ബയോ സിഗ്നേച്ചറും ടെക്നോ സിഗ്നേച്ചറും പോലെയുള്ള അടയാളങ്ങൾ തിരയുന്നതിലൂടെയും ബഹിരാകാശത്തിൽ നിന്നും വരുന്ന റേഡിയോ സിഗ്നലുകൾ സമഗ്രമായി പരിശോധിക്കുന്നതിലൂടെയുമൊക്കെയാണ് ഏലിയൻസിന് വേണ്ടിയിട്ടുള്ള യഥാർത്ഥ തിരച്ചിൽ നടത്തേണ്ടത്. അത് ജ്യോതിശാസ്ത്രജ്ഞർ നിരന്തരം ചെയ്യുന്നുമുണ്ട്. ഭാവിയിൽ ഒരിക്കൽ നമ്മൾ തീർച്ചയായും ഏലിയൻസിനെ കണ്ടെത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഭൂമിയിൽ നിന്നുമായിരിക്കില്ല.